മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് കാണുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർക്ക് കാണാം. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്, ഒപ്പം മറ്റ് കുടുംബാംഗങ്ങൾ അവരൊക്കെയുണ്ട്. സുനിഷ അയ്യലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യലൂർ, സുനിഷയാണ് ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ കുടുംബവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് 1 മണിക്കൂറകം തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി. വിവരങ്ങൾ തീർച്ചയായും അത് തന്നെയാണ് സുജയ. അല്പസമയം മുമ്പാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ട ഈ ആവശ്യം ഉന്നയിച്ചത്. പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഉറപ്പും നൽകി. പക്ഷേ അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ മുഖ്യമന്ത്രി ഈ ഉറപ്പ് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ശക്തമായതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കുടുംബം പോയത്. പക്ഷെ കുടുംബം വീട്ടിലേക്ക് എത്തും മുന്നേ തന്നെ ഉറപ്പ് പാലിക്കപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഈ അന്വേഷണം, പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. കുറ്റമറ്റതും നീതിപൂർവമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനോടകം തന്നെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കുടുംബം ഈ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് തന്നെ നേരത്തെ സിദ്ധാർത്ഥന്റെ മാതാവ് നിവേദനം അടക്കം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് കേസ് അന്വേഷണം CBIക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരം. അതേസമയം തന്നെ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന, തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരം നൽകിയിരിക്കുന്നു സർക്കാർ എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നേരത്തെ ഈ സർക്കാരിന്റെ ഇടപെടൽ ഒന്നും ഉണ്ടാകാത്തതിനെതിരെ വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. ഒരു നേതാക്കന്മാർ പോലും കൃത്യമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ ആ വീട്ടിലോ സന്ദർശിക്കാത്തത് പോലും വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CBI അന്വേഷണം എന്നൊരു ആവശ്യം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഏത് അന്വേഷണമാണോ കുടുംബം ആവശ്യപ്പെടുന്നത് അതിന് ആ രീതിയിൽ തന്നെ ഉള്ള ഒരു അന്വേഷണത്തിലേക്ക് വിട്ടുകൊടുക്കണമെന്നൊരു ആവശ്യം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് ശരിവെച്ചുകൊണ്ട് തന്നെ കുടുംബം ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ്. മുഖ്യമന്ത്രി അതിനോട് അനുഭാവപൂർണമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു. CBI അന്വേഷണത്തിന് വിട്ടുകൊണ്ട് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. ഏതായാലും കുടുംബം ആ ഉറപ്പിന്മേൽ ഇനി ഏത് രീതിയിലാണ് കുടുംബം ആവശ്യപ്പെടുന്നത് എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് ഡീനിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം എന്നതാണ്. അത് നേരത്തെ തന്നെ അച്ഛൻ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയോട് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. CBI അന്വേഷണം വേണമെന്ന ഒറ്റ ആവശ്യമാണ് പറഞ്ഞിരുന്നത്. അതിൽ ഈ ഡീനിനെ പ്രതി ചേർക്കണമെന്നോ അക്ഷയെ പ്രതി ചേർക്കണമെന്നോ അല്ലെങ്കിൽ പ്രതികൾക്ക് കൊലക്കുറ്റം വേണമെന്നോ ഒരു ആവശ്യം പറഞ്ഞിട്ടില്ല. പക്ഷേ CBI അന്വേഷണം വന്നതിന് ശേഷം ആ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഈ ആവശ്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി തങ്ങൾ കാര്യങ്ങൾ പറയും. ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം ഡീനും ഈ അസിസ്റ്റന്റ് വാർഡനും അടക്കം ഏത് രീതിയിൽ ഈ മർദ്ദനത്തിൽ പങ്കാളികളായിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇതിനെ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതൊരു സ്വാഭാവികമായ ആത്മഹത്യ എന്ന രീതിയിലേക്ക് ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് മാത്രം ഇതിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിലടക്കം കൃത്യമായ വിവരങ്ങൾ ആ രേഖയിൽ, ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഏതൊക്കെ രീതിയിൽ മർദ്ദനത്തിരയായിട്ടുണ്ട്, ആരൊക്കെ സിദ്ധാർത്ഥനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതിലൊക്കെ തന്നെയും കൃത്യമായ വിവരം ഈ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഇനി അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ തുടക്കം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, ആരോപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ CBI അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുമെന്നായിരുന്നു. നേരത്തെ ഈ പോലീസ് അന്വേഷണത്തിൽ വലിയ രീതിയിൽ തൃപ്തരല്ല, അന്വേഷണ ഉദ്യോഗസ്ഥരിൽ തൃപ്തരാണ് ചിലർ എന്ന് പറയുമ്പോൾ പോലും പൂർണ്ണമായും തൃപ്തരല്ല എന്ന് കുടുംബം പറഞ്ഞതാണ്. കാരണം തുടക്കത്തിൽ ഇതൊരു ആത്മഹത്യാ കേസ് മാത്രമാക്കി ചുരുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ശ്രമത്തിലേക്ക് കടന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നൊരു വ്യാപകമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും അതേസമയം തന്നെ കുടുംബം തന്നെ ആരോപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു പഴുതടച്ച ഒരു അന്വേഷണം ആവശ്യമാണെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതേതായാലും മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിലൂടെ വ്യക്തമാകുന്നു, മുഖ്യമന്ത്രി തീരുമാനിച്ചത് അല്ലെങ്കിൽ ഈ ഉത്തരവിലൂടെ ഏതായാലും വ്യക്തമാകുന്നു. ഇനി CBIക്ക് അന്വേഷണം വിടുമ്പോൾ ഏത് രീതിയിലൊക്കെ ഇവർ പറയുന്ന ഇവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന എല്ലാ പേരുകൾ അതൊക്കെ തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയും. അതിനനുസരിച്ചായിരിക്കും ഇനി അന്വേഷണം പോവുക എന്നത് തന്നെയാണ്. ഏതായാലും കുടുംബം ഇപ്പോൾ തൃപ്തരാണ് എന്നത് മുഖ്യമന്ത്രിയുടെ ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ തൃപ്തരാണ് എന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ ഇങ്ങനെയൊരു തീരുമാനം വരുമ്പോൾ പൂർണ്ണമായും കുടുംബം പൂർണ്ണമായും നീതി കിട്ടുന്നത് വരെ പോരാടുമെന്നതാണ്. ആ വഴിയിലേക്ക്, ആ ശരിയായ വഴിയിലേക്ക് എത്തി എന്നൊരു ബോധ്യത്തിലേക്ക് തന്നെയാണ് കുടുംബമുള്ളത്. അത് തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണവും. ഏതായാലും ഈ നിരന്തര പോരാട്ടത്തിനൊടുവിൽ ഒരു പക്ഷേ സിദ്ധാർത്ഥ മരിച്ചതിന് പിന്നാലെ ഈ ദുരൂഹത ആരോപിച്ച് കേസ് കൊടുത്തതിന് പിന്നാലെ നടന്ന എല്ലാ പോരാട്ടത്തിനും ഒരു ഉത്തരം ഇവർ പിന്നീട് എത്തിയ ഒരു കാര്യം CBI അന്വേഷണം എന്നത് തന്നെയായിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ തൃപ്തതയോട് തന്നെയാണ് ആ കുടുംബം നിൽക്കുന്നത്. ഇനി CBI അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കൊലപാതകത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. ഇനി CBI അന്വേഷണം വരുമ്പോൾ ഏത് രീതിയിൽ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഈ ഡീനിന്റെ അടക്കമുള്ള പങ്ക് ഈ പറഞ്ഞ
പറഞ്ഞതുപോലെ കുടുംബം ആരോപിക്കുന്ന ഓരോരുത്തരുടെയും പങ്കടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഏതായാലും കുടുംബമുള്ളത്. അതേ രീതിയിൽ തന്നെ പ്രതിപക്ഷ സംഘടനകൾ ഒരുപക്ഷെ ഏറ്റവും അധികം സമരങ്ങൾ നടന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എല്ലാ ദിവസവും മാർച്ച് ഉണ്ടാകുന്നു. അതേസമയം തന്നെ ക്ലിഫ് ഹൗസിന് മുന്നിൽ, നെടുമങ്ങാട് ഈ ജംഗ്ഷന് മുന്നിൽ ഉപവാസ സമരം, പ്രതിഷേധം, സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങി പല രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ തന്നെയും പ്രധാനമായും ഇവർ ഉന്നയിച്ചൊരു ആവശ്യവും CBI അന്വേഷണം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണ് എന്നതാണ്. അതിലൊക്കെ തന്നെയും അത്തരത്തിലൊരു അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഏവരും തയ്യാറായി കഴിഞ്ഞു.